അന്ധകാരത്തിലേക്ക് ജനിച്ചവനല്ല ഞാൻ. അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടവനാണ്. വർഷങ്ങൾ കൊണ്ട് ഞാൻ അതിനെ എൻ്റെ ആയുധമാക്കി മാറ്റി. അങ്ങനെ വന്ന വഴികളിൽ എന്നോട് ഓർത്തെടുക്കാൻ പറഞ്ഞാൽ ഞാൻ ഓർക്കുന്ന ചില സംഭവങ്ങളുണ്ട്. വർഷം 2000. എനിക്ക് 10 വയസ്സ്. അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതിനു ശേഷമാണ് ഞാനും അമ്മയും നിദ്രമലയിലേക്ക് എത്തുന്നത്. ഇടുക്കിയിലെ മലമ്പ്രദേശങ്ങളിലെ ഏറ്റവും നിശബ്ദമായ ഇടം അവിടെയാണ്. വന്യജീവികൾ കുറവായിരുന്നതിനാൽ അവിടെ മനുഷ്യവാസം ബാക്കി സ്ഥലങ്ങളെക്കാൾ കൂടുതലായിരുന്നു. അച്ഛൻ്റെ പേരിൽ ഞാൻ അറിയപ്പെടാതിരിക്കാൻ സ്കൂളിലും എനിക്ക് അർണവ് എന്ന് മാത്രമേ പേര് വച്ചുള്ളൂ. പേരിലെ വിചിത്രത എൻ്റെ സ്വഭാവത്തിലുള്ളതുകൊണ്ടാണോ എന്നറിയില്ല. എനിക്ക് വലിയ സുഹൃത്തുക്കളില്ലായിരുന്നു. ക്രിക്കറ്റ് കളിക്കാൻ നേരം ആരേലും വന്ന് വിളിക്കും. ബൗണ്ടറിയിൽ ബോൾ വരുന്നതിൽ പിടിക്കാൻ നിർത്തും. എല്ലാവരും ഔട്ടായാൽ ബാറ്റിങ്ങിനിറക്കും. അപ്പൂപ്പൻ്റെ കൂടെയായിരുന്നു താമസം. പുള്ളിക്കാരൻ അവിടുത്തെ CI ആണ്. റിട്ടയർ ആകാൻ മാസങ്ങൾ ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് മാറിയത്. CA രഘുവരനെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. ഒരു ഡിഫൻസ് ഓഫീസർ ആകുക എന്നുള്ളതായിരുന്നു അപ്പൂപ്പൻ്റെ ജീവിതത്തിലെ നടക്കാതെ പോയ ഒരു സ്വപ്നം. അന്ന് ഇന്ത്യയിൽ 20 ഡിഫൻസ് ഓഫീസേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരേ സമയം പട്ടാളവും പോലീസുമാകാം. നാട്ടിൽ പലർ വരുമ്പോഴും ആൻ്റണി ജയിലിൽ നിന്ന് ഇറങ്ങാറായി എന്ന് പറയാറുണ്ട്. ഞാനും ഇത് പലതവണ കേട്ടിട്ടുണ്ട്. നാട്ടിലെ പഴയൊരു ഗുണ്ടയായിരുന്നു അയാൾ. എല്ലാവർക്കും അയാളെ തൊടാൻ പേടിയായിരുന്നു. ഒരു കൊലപാതകത്തിനിടയിൽ അപ്പൂപ്പൻ അയാളെ കൈയോടെ തൂക്കി. പല രാഷ്ട്രീയ പ്രേരണകൾ ഉണ്ടായിട്ടും അയാളെ അകത്താക്കി. ആൻ്റണിയുടെ മകൾ പിന്നീട് നാട് വിട്ട് ഓടിപ്പോയി. അവർ എവിടെയെന്ന് ആർക്കും അറിയില്ല. ഇപ്പോൾ അയാൾ ഇറങ്ങാൻ സമയമായി. അതാണ് എല്ലാവരും കൊടുക്കുന്ന വാണി. അപ്പൂപ്പൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു മാധവൻ ഹരി. നാട്ടിലെ ഡോക്ടർ കൂടിയായിരുന്നു പുള്ളി വരുമ്പോൾ ഇതിനെക്കുറിച്ച് പറയുമായിരുന്നു. എന്നാൽ അപ്പൂപ്പൻ ഇതൊന്നും കാര്യമായി എടുത്തില്ല. അങ്ങനെ ഒരു ദിവസം ആൻ്റണി നാട്ടിൽ തിരിച്ചെത്തി. ഞാൻ സ്കൂൾ വിട്ട് അമ്മയുടെ കൂടെ വരുമ്പോൾ അയാളെ കാണാറുണ്ട്. അയാൾ അമ്മയെ തന്നെ നോക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അന്നുള്ളിൽ പേടി തോന്നുമായിരുന്നു ആ നോട്ടം കണ്ടിട്ട്. ഞാൻ പലപ്പോഴും പറയും, ഇവിടെ നിന്ന് പോകാമെന്ന്. അപ്പോഴെല്ലാം വീട്ടിലുള്ളവർ ധൈര്യം തരുമായിരുന്നു. 2 മാസത്തിന് ശേഷം അപ്പൂപ്പൻ റിട്ടയറായി. DYSP ഓണററി പ്രൊമോഷൻ കൂടെ കിട്ടി. 2 ആഴ്ച കഴിഞ്ഞ് സ്കൂള് വിട്ടിട്ട് എന്നെ ആരും വിളിക്കാൻ വന്നില്ല. സ്ഥിരം ഗേറ്റിൻ്റെ അടുത്ത് എത്തുമ്പോൾ അമ്മ കാത്തു നിൽക്കുമായിരുന്നു. 2 മണിക്കൂർ കാത്തു നിന്നു. പിന്നെ സ്കൂളിലെ ഒരായ വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ ആളുകളുണ്ടായിരുന്നു. അപ്പൂപ്പൻ, മാധവനങ്കിൾ, പിന്നെ മറ്റു ചിലരും. അമ്മയെ മാത്രം കാണാനില്ല. ആൻ്റണി തട്ടിക്കൊണ്ടുപോയതാണെന്ന് പറയുന്നു. പോലീസിനോട് അപ്പൂപ്പൻ അന്വേഷിക്കാൻ പറഞ്ഞപ്പോൾ ആൻ്റണിയെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു. തെളിവൊന്നും കിട്ടിയില്ല. അയാൾ രാവിലെ മുതൽ ഒരു കടയിലിരിക്കുന്നത് കണ്ടവരുണ്ടെന്നും പറഞ്ഞു. ഒരു പോലീസുകാരൻ വീട്ടിലെത്തി മാധവൻ അങ്കിളിനോട് കാര്യം പറഞ്ഞു. അയാൾ കാണാൻ സാധ്യതയുള്ള സ്ഥലം. പോലീസിനെ നോക്കണ്ടെന്നും നിങ്ങൾ നാട്ടുകാർ ചേർന്ന് പോയാൽ മതിയെന്നും അയാൾ പറഞ്ഞു. ആൻ്റണിയെ പേടിച്ചിട്ട് ആരും വരില്ല. എന്നാലും മാധവൻ അങ്കിൾ പുറത്തു പോയിരിക്കുന്ന അപ്പൂപ്പനെ തിരികെ വിളിച്ചുകൊണ്ട് വരാൻ ആളെ അയച്ചു. അപ്പൂപ്പൻ വരാൻ വേണ്ടി കാത്തു നിൽക്കാൻ എനിക്ക് പേടിയായിരുന്നു. അരമണിക്കൂർ മുന്നെയെങ്കിലും അമ്മയെ കണ്ടുപിടിക്കണം. ആരും കാണാതെ ഞാൻ ആ സ്ഥലത്തേക്ക് ഓടി. സമയം വൈകുന്നേരം 6:30 കാട്ടിന് നടുവിലെ ആ വീട്ടിൽ ഞാൻ എത്തി. അകത്തേക്ക് കയറി. ഒരു മുറി തുറന്നപ്പോൾ അമ്മ അവിടെ കിടക്കുന്നു. ഞാൻ കുറേ നേരം വിളിച്ചു. എഴുന്നേറ്റില്ല. അപ്പോഴേക്കും അവിടേക്ക് ആൻ്റണി കയറി വന്നു. ഞാൻ വിറയ്ക്കാൻ തുടങ്ങി. അയാൾ അടുത്തേക്ക് വന്നു. അഭിമാനത്തോടെ നടന്ന രഘുവരൻ്റെ ആ അഭിമാനമാണ് ഞാൻ എടുത്തു കളഞ്ഞതെന്ന് പറഞ്ഞു. നീ ഇനി എന്താ കരയാൻ പോവുകയാണോ എന്ന് ചോദിച്ചു. അയാൾ നാട്ടിലെ ചെകുത്താനാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് എൻ്റെ ഇടതുവശത്ത് തിരികെ വെച്ച പിച്ചാത്തി അയാൾ കണ്ടത്. എൻ്റെ അടുത്തേക്ക് പൊക്കം ശരിയാക്കാൻ അയാൾ വളഞ്ഞു നിന്നു. എന്നിട്ട് ഇടതുവശത്തെ എൻ്റെ പിച്ചാത്തി എടുത്തു. എന്നിട്ട് പുച്ഛിച്ച് ചിരിച്ചു. പേനാക്കത്തി പോയല്ലോടാ, ഇനി നീ എങ്ങനെ എന്നെ കൊല്ലും എന്ന് ചോദിച്ചു. കിട്ടിയ ധൈര്യത്തിൽ ഞാൻ പറഞ്ഞു, നിന്റെ അശ്രദ്ധ കൊണ്ടെന്ന്. അയാളത് ശരിക്കും കേട്ടില്ല. ഇടതുവശത്തെ എൻ്റെ കത്തിയെടുത്ത അയാൾ വലതുവശത്ത് ഞാൻ വച്ച കത്തി കണ്ടില്ല. അയാളാണേൽ തല എൻ്റെ മുഖത്തിന് നേരെ വച്ചു തന്നിട്ടുണ്ട്. ഞാനൊന്നും ചിന്തിച്ചില്ല. പെട്ടെന്ന് അയാൾക്ക് തടയാൻ പറ്റുന്നതിലും വേഗത്തിൽ ഞാൻ കത്തിയെടുത്ത് വലതുവശത്ത് കുത്തി. അയാൾ നിലവിളിച്ച് മറ്റേ കത്തി താഴെയിട്ടു. ഞാൻ വളരെ വേഗത്തിൽ അതെടുത്ത് അയാളുടെ നെറ്റിയിൽ കുത്തി. അയാൾ മരിച്ചു വീണു. ഏകദേശം അരമണിക്കൂറിനകം ആളുകളെത്തി. ആൻ്റണി മരിച്ചതിൻ്റെ സന്തോഷവും അമ്മ മരിച്ചതിൻ്റെ സങ്കടവും
കൂടാതെ ഞാൻ അയാളെ എങ്ങനെ കൊന്നു എന്നുള്ള അത്ഭുതവും അവരുടെ മുഖത്തുണ്ട്. കേസ് ജുവനൈൽ ജസ്റ്റിസ് ആക്റ്റും റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസിൻ്റെയും പേരിൽ മാറിക്കിട്ടി. അപ്പോഴേക്കും എനിക്ക് 11 വയസ്സായി. അപ്പൂപ്പൻ എന്നെ സിറ്റിയിലേക്ക് അയച്ചു, മാധവൻ അങ്കിളിനൊപ്പം. അങ്ങനെ ഞാൻ ഹാർബർ ഗേറ്റിലെത്തി. മാധവൻ അങ്കിളിൻ്റെ ഭാര്യ നേരത്തെ മരിച്ചതാണ്. അവർക്കൊറ്റ മകൾ സഞ്ജന മാധവൻ. അന്ന് അവളും ചെറുതായിരുന്നു. അവിടുന്ന് എന്നെ അപ്പൂപ്പൻ നിർബന്ധിച്ച് ഒരു ആർമി ബോർഡിംഗ് സ്കൂളിൽ ചേർത്തു. കുറച്ച് വലുതായി തുടങ്ങിയപ്പോൾ പഴയ ട്രോമയൊക്കെ മാറി. ഡിഫൻസിലേക്ക് ട്രൈ ചെയ്തു. ആദ്യം ആർമിയിൽ കയറി. അപ്പോഴേക്കും അപ്പൂപ്പന് വയ്യാണ്ടായി അസുഖം ബാധിച്ചു. 2014 ഡിഫൻസ് മിനിസ്റ്റർ പുറത്തുവിട്ട ലിസ്റ്റിൽ എൻ്റെ പേരുമുണ്ടായിരുന്നു. ഒരു ഡിഫൻസ് ഓഫീസറിന് സ്റ്റേഷൻ ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് അയാളെ മാറ്റാനൊക്കില്ല. വി റിപ്പോർട്ട് ഡയറക്ട്ലി ടു SWORD, സ്ട്രാറ്റജിക് വാർഫെയർ ആൻഡ് ഓപ്പറേഷൻസ് റെക്കോൺ ഡിവിഷൻ, ആൻഡ് ടു ഡിഫൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. എന്നാൽ ഞാൻ ഡിഫൻസ് ഓഫീസർ ആയത് കാണാൻ അപ്പൂപ്പൻ ജീവിച്ചിരുന്നില്ല. സഞ്ജന പഠിക്കാൻ നല്ല മിടുക്കിയായിരുന്നു. അവൾ പിന്നീട് സയൻറ്റിസ്റ്റായി. അപ്പോഴേക്കും മാധവൻ അങ്കിൾ റിട്ടയറായി. അമ്മ മരിച്ചില്ലായിരുന്നെങ്കിൽ ഒരുപക്ഷെ മാധവൻ അങ്കിൾ അമ്മയെ വിവാഹം കഴിക്കുമായിരുന്നു. ലൈഫ് വുഡ് ഹാവ് ബീൻ ഡിഫറൻറ്റ്. അച്ഛനെ ഞാൻ ഓർക്കുന്നില്ലെങ്കിലും നീതിമാനായ CA രഘുവരൻ, എന്നെ പഠിപ്പിച്ച മാധവൻ ഹരി, ഞങ്ങളുടെ മെൻറ്റർ ജെയിംസൺ ജോൺ. യെസ്, I was raised by a few good men, and that made a difference.